അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും എന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കാബേജ് കൊണ്ടൊരു പൊള്ളി ഐറ്റംസ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ് ഈ ഒരു കാബേജ് കൊണ്ടൊരു ഐറ്റം കേട്ടോ. പിന്നെ കാബേജ് എല്ലാവരും വീട്ടിലും ഉണ്ടാവും. പിന്നെ എല്ലാവരും യൂസ് ചെയ്യാറുള്ളത് ഉപ്പേരിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഒന്ന് വെറൈറ്റി ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ. എല്ലായ്പ്പോഴും ഉപ്പേരിയിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഒന്ന് വെറൈറ്റി ആക്കിയാലോ. അപ്പം നിങ്ങളും അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ട് നോക്കും. അപ്പോൾ ഇതിനാവശ്യമായത് ഒരു ചെറിയൊരു കാബേജാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കാബേജിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നിറങ്ങേന തിക്നെസ് കുറച്ചിട്ട് അരിയാട്ടോ വേണ്ടത്. പിന്നെ അതേപോലെ തന്നെ ഒരു മീഡിയം വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും ഇതേപോലെ തിക്നെസ് കുറച്ചിട്ട് നിറങ്ങാൻ അരിയാട്ടോ വേണ്ടത്. അപ്പോൾ അതും വേണം. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും എരിവ് കുറവാട്ടോ വേണ്ടത് മക്കൾക്കൊക്കെ. അപ്പോൾ അതും 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില വേണം. അതേപോലെ തന്നെ മല്ലിച്ചപ്പാട്ടോ വേണ്ടത്. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇപ്പോൾ ഇവിടെ ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തില്ല. ഇഞ്ചി ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടി കേട്ടോ വേണ്ടത്. അതും ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലാത്ത ആൾക്കാർ മുളക് പൊടിയുടെ പക്ഷേ കുറച്ചാൽ മതി, എരിവ് കൂടും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ചാറ്റ് മസാല 1 ടീസ്പൂൺ എടുത്ത്. ചാറ്റ് മസാല ഇല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചാറ്റ് മസാല, അടിപൊളിയാണ്. അപ്പോൾ ഇല്ലാത്ത ആൾക്കാർ അത് വേണ്ട കേട്ടോ. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി പിന്നെ ആവശ്യത്തിന് ഉപ്പുമാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിൽ ഞാൻ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ട്, നമ്മൾ സോഡാ പൗഡർ ഉണ്ടല്ലോ, അപ്പക്കാരെന്ന് പറയുന്നത്, അതും കുറച്ച് ഇതിലിടണം കേട്ടോ. അത് മറന്നു പോയതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് കടലപ്പൊടിയാണ്. അപ്പോൾ 1 കപ്പ് കടലപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നല്ല വെള്ളം ചേർക്കാതെ ഫസ്റ്റ് തന്നെ വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്യുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിൽ തന്നെ ഉള്ളിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാ ഭാഗവും നല്ലോണം എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം 1 കപ്പ് വേണ്ട, 1/4 കപ്പ് മതി കേട്ടോ. ഞാൻ 1/4 കപ്പ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/4 കപ്പ് വെള്ളം നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ വെള്ളം പാർന്നിട്ട് ഒന്നും കൂടി നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് എത്തിക്കണമെങ്കിൽ അത് ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളിത് പാന് വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാനിതാ സൺഫ്ലവർ ആണ് ഒഴിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സൺഫ്ലവർ കുറച്ച് ആക്കി ചൂടാവുക, നല്ലപോലെ തിളയ്ക്കുക. എന്നാലും നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നെരിഞ്ഞ് കിട്ടുള്ളൂ. അപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഞാനിപ്പോൾ കൈയോണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ പൊക്കുവട അല്ല ഉള്ളിവട ഒക്കെ ഉണ്ടാക്കണില്ലേ, അതേ സൈസിലാണ് ഞാൻ വെച്ചത് കേട്ടോ. അപ്പോൾ അതിൽ ഒക്കണ രീതിയിൽ നമ്മളതിലേക്ക് ഇടുക കേട്ടോ. പിന്നെ അത് കുറച്ചൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് മറിച്ചിടുക. ഞാൻ കുറച്ചൊരു കരിഞ്ഞല്ല, കുറച്ചൊരു ബ്രൗൺ കളറാകാൻ കൂട്ടി കുറച്ചൊരു കൂടുതലായി പോയിട്ട്. അത് ദുവമോൾ ഉറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെ പോയി നോക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു ചെറിയൊരു കളറായിപ്പോയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മറിച്ചിടുക കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് ഫസ്റ്റ് ഇട്ടത് ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ കോരിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ഒരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് കുറച്ച് ബാക്കിയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി നമ്മൾ ഇതിലിട്ടിട്ട് നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മളിതൊക്കെ ആയിട്ടുണ്ട്. അടിപൊളി കാബേജ് പൊക്കുവടാണ്. അടിപൊളി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിയതാണെങ്കിൽ അവരും കമൻറ്റ് ചെയ്തിട്ട് പറയട്ടെ അതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ അടിപൊളിയാണ്. പച്ചമുളകൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ പച്ചമുളക് ഉണ്ടായാൽ എടുത്തിടുക ചെയ്യും മക്കൾ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളിതാ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്, കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. മക്കളതൊക്കെ സ്കൂളും വിട്ട് വന്നിട്ട് നമ്മൾ ചായ കുടിക്കുകയാണ് കേട്ടോ. ദിലു ഐഷും ദുവയും പിന്നെ അടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ട്, മോളും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ചായ കുടിക്കുകയാണ്.
അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഉപ്പുണ്ട് ഉമ്മയുണ്ട് എല്ലാവരും കൂടിയാണ്. അപ്പം കമൻറ്റ് ചെയ്യാനും എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ രീതിയിലുള്ള വീഡിയോസാണ് ഇടേണ്ടത് അത് നിങ്ങൾ പറയുക. അപ്പോൾ ഇഷ്ടപ്പെട്ടതാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാ.